നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂരത്തിന്റെ വിശദ വിവരങ്ങളടങ്ങിയ കളഭം പുസ്തക പ്രകാശനവും സർവമംഗള ട്രസ്റ്റ് തയ്യാറാക്കിയ ദേവമേള.in വെബ്സൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. കരുവന്നൂർ മഹല്ല് സൗഹൃദ കൂട്ടായ്മ സൗഹൃദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷത്തിന്റെ ഭാഗമായി എണ്ണ സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര സമിതി പ്രസിഡന്റ് M. രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചേനം ആലുക്കൽ കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേനം കൈഞ്ഞൂർ ഉണ്ണികൃഷ്ണന്റെ മകൻ 29 വയസ്സുള്ള സച്ചിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. 1442 വർഷത്തെ പഴമയുള്ള ആറാട്ടുപുഴ പൂരത്തിന്റെ വിശദ വിവരങ്ങളടങ്ങിയ M. രാജേന്ദ്രൻ എഴുതിയ കളഭം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പുസ്തകത്തിന്റെ കൈരളി നാരായണൻ പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷ് പതിപ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അപ്പോൾ കളഭത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ആറാട്ടുപുഴയിൽ. ആ കളഭം ഇന്ന് ഒരു പുസ്തക രൂപത്തിൽ വീണ്ടും പുനഃപ്രകാശനം ചെയ്യുകയാണ്. ആദ്യം ഇവിടെ പ്രകാശനം നടന്നു. അതിൻ്റെ ഉള്ളടക്കം നാം എല്ലാം മനസ്സിലാക്കിയതാണ്. അത് ധാരാളം സർക്കുലേഷൻ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും അത് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത്. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പലരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ മോടി പിടിപ്പിച്ചുകൊണ്ടാണ് പുതിയ പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അത് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി അത് പരിഭാഷ ചെയ്തുകൊണ്ട് ശ്രീമതി കൈരളി നാരായണൻ്റെ ആ ഒരു ശ്രമം കൂടി ഇവിടെ പ്രസിദ്ധീകരിക്കുകയാണ് പുസ്തകം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ശാസ്താവിൻ്റെ അനുഗ്രഹവും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഡോക്ടർ PV കൃഷ്ണൻ നായർ, അഷ്ടമൂർത്തി, വിദ്യാധരൻ മാസ്റ്റർ, അമ്പലപ്പുഴ വിജയകുമാർ, വടക്കുംപാട്ട് നാരായണൻ, കൈരളി നാരായണൻ, സർവമംഗല ട്രസ്റ്റി രാജീവ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഐവറി ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ചടങ്ങിൽ സർവമംഗല ട്രസ്റ്റ് തയ്യാറാക്കിയ വെബ്സൈറ്റ് ഉദ്ഘാടനവും നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഐതിഹ്യവും ചരിത്രവും അടക്കമുള്ള ആധികാരിക വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവമേള.in എന്നതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്. പൂരാഘോഷങ്ങളുടെ തുടക്കമാണ് ഈ പുസ്തക പ്രകാശനം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ വലിപ്പം വെച്ച് നോക്കിയാൽ ഇത് ഒരു ചെറു പൂരം തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാജേന്ദ്രൻ്റെ പുസ്തകത്തെക്കുറിച്ച് സുജേഷ് വളരെ ചുരുക്കി പറഞ്ഞു. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് മലയാള എഡിഷനെക്കുറിച്ച് വടക്കുംപാട്ട് നാരായണനും ഇംഗ്ലീഷ് എഡിഷനെ കുറിച്ച് കൈരളി നാരായണനും സംസാരിക്കുന്നതാണ്. എന്നാലും ഇതിൻ്റെ ഒപ്പം കുറച്ച് നാൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. അത് ഇതിൻ്റെ ആദ്യത്തെ പതിപ്പിൽ മാടമ്പ കുഞ്ഞുകുട്ടൻ്റെ അവതാരികയിൽ പറയുന്ന പോലെ ഇതൊരു ദേശത്തിൻ്റെ ചരിത്രം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
മാടമ്പ് പറയുന്നുണ്ട്, ഓരോ ദേശത്തെയും ആരാധനാലയങ്ങളെ വെച്ച് നോക്കി അവരുടെ അതിൻ്റെ ചരിത്രം ചികഞ്ഞെടുത്താൽ അത് കേരളത്തിൻ്റെ ചരിത്രം തന്നെയാകും എന്ന്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ഈ ആറാട്ടുപുഴയുടെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഈ ശാസ്താവിനെക്കുറിച്ച് ഇത്രയും വിശദമായിട്ടുള്ള അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, നടത്തിപ്പിൻ്റെ വിവരങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള വളരെ വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഈ പുസ്തകം നമുക്ക് ഏവർക്കും, നമുക്ക് ഏവർക്കൊന്നുമല്ല, മലയാള ചരിത്ര ലോകത്ത് തന്നെ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. കരുവന്നൂർ മഹൽ സൗഹൃദ കൂട്ടായ്മ സൗഹൃദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് VM കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായിരുന്നു. ഖത്തീബ ഇബ്രാഹിം മൗലവി റമദാൻ സന്ദേശം നൽകി. മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ വ്രതത്തെ പറ്റി പറയുമ്പോൾ പ്രവാചകൻ പറയുന്നത്, മല്ലം യദഅ ഖൗല അസ്സൂരി വഅമില ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബ. അനാവശ്യമായ സംസാരങ്ങൾ പോലും ഉപേക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞില്ലെങ്കിൽ, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ വ്രതം വൃദ്ധാണ്, അവൻ പട്ടിണി കിടക്കുന്നത്. കമ്മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അത്ശ്. എത്രയോ വ്രതമനുഷ്ഠിക്കുന്ന മനുഷ്യരുണ്ട്, അവന്റെ നോമ്പ് കൊണ്ട് അവൻ വെറും പട്ടിണി മാത്രമാണ് നേടിയെടുത്തത് എന്ന് പ്രവാചക തിരുമേനി പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ആരാധനകൾ, അവന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവനെ ഒരു ഉന്നതനായ ഒരു മനുഷ്യനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സർവശക്തൻ അവന്റെ വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ് എന്ന് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഒരേ ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ മക്കളായി ജന്മം കൊണ്ടവരാണ്. പിന്നെ നിങ്ങളൊക്കെ വ്യത്യസ്തമായി മാറിയത് അത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PR ബിജോയ് ലഹരിമുക്ത സന്ദേശം നൽകി. മഹല്ല് സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ AA അബ്ദുൽ ലത്തീഫ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ഫാദർ സിൻഡോ മാടവന, പഞ്ചായത്ത് അംഗങ്ങളായ ജയ, അമ്പിളി അജിത്, ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർ നസീമ കുഞ്ഞുമോൻ, PK ലോഹിതാക്ഷൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PK ഭരതൻ, PV അശോകൻ, KR സിദ്ധാർത്ഥൻ, TS മുഹമ്മദ് റഫീഖ്, KA അക്ബർ അലി, KM അബ്ബാസ് കാരയിൽ, PA മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. പെരുമ്പിളിശ്ശേരിയിൽ ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷത്തിന്റെ ഭാഗമായി എണ്ണ സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര സമിതി പ്രസിഡന്റ് M രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി TN ബാലൻ, P രാഘവൻ നായർ, A സന്തോഷ്, ബാലചന്ദ്രൻ ആഞ്ചേരി, MB ബാബു, TM ബിജു, V ഗോപാലകൃഷ്ണൻ, ഉഷ വേണുഗോപാൽ, ബിന്ദു ഉണ്ണികൃഷ്ണൻ, വേണു കായമ്പിള്ളി, ദാക്ഷായണി ഗോപി, രത്നമുരളി എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 31 വൈകിട്ട് 6:30 അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ പ്രതിഷ്ഠാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വന്ദന നൃത്തം, ഭക്തിഗാനമേള എന്നിവ അരങ്ങേറും. ഏപ്രിൽ 1 ലക്ഷ്മി ശ്രീ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താഞ്ജലി ഉണ്ടായിരിക്കും. ഏപ്രിൽ 2 KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ, വിശേഷാൽ പൂജ, പ്രതിഷ്ഠാ കളപാട്ടം എന്നിവയും 11:30 മഹാപ്രസാദഊട്ടും ഉണ്ടായിരിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ലക്ഷ്മി നാരായണ പൂജയോടുകൂടി പ്രതിഷ്ഠാദിന ചടങ്ങുകൾ സമാപിക്കും. നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ വർഷങ്ങളായി നടന്നു വരുന്ന പ്രതിഷ്ഠാദിനത്തിൻ്റെ അനുബന്ധിച്ചുള്ള എണ്ണ സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. 31 മാർച്ച് 31, അതുപോലെ ഏപ്രിൽ 1, 2 തീയതികളായിട്ടാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് നടത്തുന്നത്. വളരെ വിപുലമായ രീതിയിൽ അന്നദാനം, പ്രസാദൂട്ട്, അതുപോലെ ശുദ്ധി എന്നിവ എല്ലാ ചടങ്ങുകളും ഇവിടെ അന്നേ ദിവസം നടക്കുന്നു. ചേനം ആലുക്കൽ കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേനം കായഞ്ഞൂർ ഉണ്ണികൃഷ്ണന്റെ മകൻ 29 വയസ്സുള്ള സച്ചിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ഇന്നലെ കുളത്തിന് സമീപം സുഹൃത്തുക്കൾക്കൊപ്പം കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ചെർപ്പ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ലതയാണമ്മ, സ്വാതി സഹോദരിയുമാണ്. തൃശൂരിൽ പദമഴ അഥവാ ഫോം റെയിൻ പ്രതിഭാസമുണ്ടായി. അമ്മാടം, കോടന്നൂർ മേഖലകളിലാണ് പദമഴ പെയ്തത്. 2 സാഹചര്യങ്ങളിലാണ് ഇത്തരം മഴ പെയ്യുക എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ. പ്രത്യേക കാലാവസ്ഥയിൽ മരത്തിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പദ ജനിപ്പിക്കുകയും സമീപത്ത് ഫാക്ടറികൾ ഉണ്ടെങ്കിൽ പദമഴ രൂപപ്പെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു.
മണപ്പുറം വയോജനക്ഷേമ സമിതിയുടെ CK ചന്ദ്രപ്പൻ സ്മാരക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ജനപ്രതിനിധിക്കുള്ള പുരസ്കാരത്തിന് CC മുകുന്ദൻ MLA, ജീവകാരുണ്യ പ്രവർത്തന മികവിന് മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ എന്നിവർ പുരസ്കാര അർഹരായി. 15,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറിയിലെ ശലഭ ജ്യോതിഷ്, കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിലെ KG പ്രിയ എന്നിവർ അധ്യാപനം, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ ആരോഗ്യം, സംവിധായകൻ സിദ്ദിഖ് ഷമീർ കലാ സാംസ്കാരികം, PS റാസിഖ് അബ്ദു മുഹമ്മദ് വ്യവസായം, ഓർഫനേജ് കൺട്രോൾ ബോർഡ് കൗൺസിലർ ദിവ്യ അബീഷ് സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പുരസ്കാരത്തിന് അർഹരായി. ഏപ്രിൽ 7 രാവിലെ 11 തൃപ്രയാർ പ്രിയദർശിനി ഹാളിൽ ചേരുന്ന വയോജനക്ഷേമ സമിതി 13ാമത് വാർഷിക യോഗത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മന്ത്രി K കൃഷ്ണൻകുട്ടി, K രാധാകൃഷ്ണൻ MP ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ലാൽ കച്ചിലം, PSP നസീർ, അശോകൻ കാളക്കുടുവത്ത്, രാധാകൃഷ്ണ ആത്മൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ വെച്ചാണ് നമ്മൾ ഈ പുരസ്കാര സമർപ്പണം വാർഷികാഘോഷവും നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ MP, മന്ത്രി, ഗവൺമെൻറ് ചീഫ് വിപ്പ്, MLA മാർ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവാർഡ് ജേതാക്കളുടെ പട്ടിക വായിക്കാം. സോമൻ താമരകുളം ചെയർമാനായിട്ടുള്ള ഒരു സമിതിയാണ് ഇതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ അവർക്ക് കൈമാറി. അവർ തീരുമാനിച്ച് ഒരെട്ടംഗ കമ്മിറ്റി ആണ് ഇതിൻ്റെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. മികച്ച ജനപ്രതിനിധിക്കുള്ള പുരസ്കാരം ഇപ്രാവശ്യം CC മുകുന്ദൻ MLAക്കാണ്, നാട്ടിക MLA. ജീവകാരുണ്യ പ്രവർത്തന മികവിന് മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം മണപ്പുറം ഗ്രൂപ്പ് MD ശ്രീ VP നന്ദകുമാറിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഭവന നിർമ്മാണം, പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകി താനും പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് ബജറ്റ് അവതരിപ്പിച്ചു. ടൂറിസം പദ്ധതി താനും ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതികളൊന്നാണ് ടൂറിസം. ആ ടൂറിസത്തിന് 50 ലക്ഷം രൂപയാണ് പ്രൊജക്റ്റ്. നമ്മുടെ തൂക്കുപാലം മുതൽ തലയൂർ വരെയുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ 30 ലക്ഷം ടൂറിസം സംവിധാനത്തിലെ 20 ലക്ഷം രൂപ പഞ്ചായത്ത് മാറ്റിവെച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുവേണ്ടി പഞ്ചായത്ത് മാറ്റിവെക്കേണ്ട 20 ലക്ഷം രൂപ അത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ടൂറിസം ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയാണ്. പണം മാറ്റിവെച്ചിട്ടുണ്ട്. അത് നടപ്പിലാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 40.70 കോടി രൂപ വരവും 39.96 കോടി രൂപ ചിലവും 73.97 ലക്ഷം മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് പദ്ധതിക്ക് 3.47 കോടിയും ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് 3.5 കോടിയും ആരോഗ്യമേഖലയ്ക്ക് 85.91 ലക്ഷവും കളിസ്ഥല നിർമ്മാണത്തിന് പ്രാഥമിക പ്രവർത്തനത്തിന് 20 ലക്ഷവും മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 60 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ഷീജ സദാനന്ദൻ, സെക്രട്ടറി KV സുനിത എന്നിവർ സംസാരിച്ചു. പഴവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും സംയുക്തമായി ആചരിച്ചു. പാതുവനാഥം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വാർഷികാചരണം. മാർ ബോസ്കോ പുത്തൂർ പിതാവ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. യാത്രയിലുണ്ടായിരുന്ന 2 അച്ഛന്മാരും മരിച്ചുപോയി കപ്പലിൽ വെച്ച് തന്നെ. കൂടെ മറ്റൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ടാണ് വൈദിക പരിശീലനം ചെയ്തത്. നാട്ടിൽ വെച്ചാണ് പട്ടം കിട്ടിയത്. പിന്നെ ഒരിക്കലും തിരിച്ചു പോയിട്ടില്ല. ഇവിടെയും മണ്ണിന് ജീവിക്കുകയും ഈ മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യുകയും ഈ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന് അദ്ദേഹം ഉപയോഗിച്ച മാധ്യമമാണ് സാഹിത്യം, കവിത എന്ന് പറയുന്നത്.
അദ്ദേഹം ഈശോ സഭക്കാരനായിരുന്നു ഇവിടെ സേവകരിച്ചിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു ആത്മീയ സമൂഹമാണ് ഈശോ സഭക്കാരെ. എനിക്ക് അല്പാസൂയുണ്ട് അവരുടെ പേരിനെ പറ്റി തന്നെ. സൊസൈറ്റി ഓഫ് ജീസസ്, നമ്മളൊന്നും അതിൽ പെടാത്ത പോലെ. അപ്പം അവര് ഈശോയുടെ സഖ്യത്തിൽപ്പെട്ടവരാണ്. മെൽബൺ രൂപത ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അർണോസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസ്, പുഷ്പാർച്ചന എന്നിവയും അനുസ്മരണ യോഗവും ഉണ്ടായിരുന്നു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. 293 ചരമവാർഷികവും സംയുക്തമായി ആചരിക്കപ്പെടുന്ന ഈ വേളയിൽ ഈ ദിവസത്തിൻ്റെ മംഗളം നിങ്ങളെ സ്നേഹപൂർവ്വം നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. മലയാള ഭാഷയുടെ പിതാക്കന്മാരിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന മഹാകവിയും നവോത്ഥാന നായകനും മിഷണറിമാരിൽ ശ്രദ്ധേയനായ കവിയും ഭാഷാ പണ്ഡിതനും ബഹുമുഖ പ്രതിഭയുമാണ് അർണോസ് പാതിരി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ഒത്തുചേരുന്ന ഈ അവസരം വളരെയേറെ സന്തോഷദായകമാണ്. അർണോസ് പാതിരിയുടെ സംഭാവനകളെക്കുറിച്ച് നിരവധിയാണെന്ന് നമുക്കറിയാം. 3 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ക്രിസ്തു ചരിത്രവും ദർശനങ്ങളും കാവ്യരൂപത്തിൽ ക്രമപ്പെടുത്തി ആദ്യ മലയാള സാഹിത്യകാരൻ എന്ന സ്ഥാനം ഈ വിദേശ പാതിരിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാലടിയിലെ സമീക്ഷ സെന്റർ ഫോർ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആൻഡ് റിസർച്ച് ഡയറക്ടർ റവറന്റ് ഡോക്ടർ സേവ്യർ തറമേൽ, പഴുവിൽ ഫൊറോന മുൻ വികാരി റവറന്റ് ഫാദർ ജോസ് തെക്കേക്കര, പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരൻ ആന്റോ മേക്കാട്ടുകുളം, പാതുവാനാഥം എഡിറ്റർ ഇ.ജെ. ബെന്നി എന്നിവർ സംസാരിച്ചു. ദീപിക കർമ്മശ്രേഷ്ഠ അവാർഡ് നേടിയ തൃശൂർ അതിരൂപതയിലെ മുതിർന്ന വൈദികനും പഴുവിൽ ഫൊറോനയിലെ മുൻ വികാരിയുമായിരുന്ന ഫാദർ ജോസ് തെക്കേക്കരയെ ആദരിച്ചു. പഴുവിൽ ഇടവക മാതൃവേദിയൊരുക്കിയ പുത്തൻപാന നൃത്താവിഷ്കാരവും അർണോസ് പാതിരിയുടെ അനുസ്മരണ ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും കലാപ്രകടനവും നടന്നു. 13 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ സ്ത്രീയടക്കം അറസ്റ്റിലായ 2 പേരെ റിമാൻഡ് ചെയ്തു. വീട്ടുപണിക്ക് സഹായിയായ സ്ത്രീയും മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച ഇവരുടെ സുഹൃത്തുമാണ് പിടിയിലായത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാഴൂർ ഐശ്വര്യ റോഡ് സ്വദേശിയായ വലിയപുരയ്ക്കൽ സുപ്രിയ എന്നയാൾ കുടുംബമായി താമസിക്കുന്ന വീട്ടിൽ നിന്നും 16.25 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ ചാഴൂർ SN റോഡ് സ്വദേശിയായ ഓട്ടുപുരയ്ക്കൽ വീട്ടിൽ 47 വയസ്സുള്ള സന്ധ്യ, പെരിങ്ങോട്ടുകുര സ്വദേശിയായ പാണ്ടത്ര വീട്ടിൽ 47 വയസ്സുള്ള ഷൈബിൻ എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സന്ധ്യ സുപ്രിയയുടെ വീട്ട് വൃത്തിയാക്കുന്നതിനും വീട്ടുജോലിയിൽ സഹായിക്കുന്നതിനായി പോകാറുണ്ട്. ജോലിക്ക് പോയ ദിവസം സന്ധ്യ അലമാര തുറന്നു കിടക്കുന്നത് കണ്ട് സൂത്രത്തിൽ അലമാരയിൽ ലോക്കറിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുകയായിരുന്നു. മോഷണ സ്വർണം വിൽക്കുന്നതിനായി സുഹൃത്തായ ഷൈബിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഷൈബിൻ പെരിങ്ങോട്ടുകര സ്വദേശിയായ വാമ്പുള്ളി പറമ്പിൽ അരുൺ എന്നയാളുമായി മദ്യപിച്ചിരിക്കുമ്പോൾ സന്ധ്യ മോഷണം നടത്തിയ വിവരം അരുണിനോട് പറയുകയായിരുന്നു. ഇക്കാര്യം അരുൺ മറ്റാരോടെങ്കിലും പറയുമോ എന്നുള്ള ഭയത്താൽ കഴിഞ്ഞ 19-ന് ഷൈബിൻ ബാറിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി അരുണിനെ മർദ്ദിക്കുകയും തുടർന്ന് സന്ധ്യയെ ചന്ദ്രാപിന്നിയിലുള്ള മകളുടെ വീട്ടിൽ നിന്നും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റി പെരിങ്ങോട്ടുകരയിലുള്ള ഷൈബിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അരുൺ പീഡിപ്പിച്ചുവെന്നും ഒരു കഥയുണ്ടാക്കി ഷൈബിനും സന്ധ്യയും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സുപ്രിയയുടെ വീട്ടിൽ നിന്നും സ്വർണം മോഷണം പോയ സംഭവത്തിൽ സന്ധ്യ പോലീസ് സംശയനിഴലിലാണ് നിർത്തിയിരുന്നത്. സന്ധ്യയുടെ പരാതിയിൽ അരുണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ അരുണിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ തോന്നിയതിൽ സന്ധ്യയെയും ഷൈബിനെയും വീണ്ടും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് സന്ധ്യ മോഷണം നടത്തിയ വിവരം സമ്മതിച്ചത്. തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും റിമാൻഡ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ്, അഭിലാഷ്, ജയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിപിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, മിന്നു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. എടമുട്ടം കഴിമ്പ്രത്ത് വൻ സ്പിരിറ്റ് വേട്ട. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 6500 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. സംഭവമുണ്ടായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം സ്കൂളിന് സമീപം വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. 35 ലിറ്ററിന്റെ 197 പ്ലാസ്റ്റിക് കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട പാലക്കാട് സ്വദേശി പരശുരാമൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശിയാണ് കെട്ടിടം വാടകയ്ക്കെടുത്തിരിക്കുന്നത്. 2 ആഴ്ച മുൻപ് മലപ്പുറത്തെ സ്പിരിറ്റ് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവിടെ നിന്നും സ്പിരിറ്റ് കണ്ടെത്തിയത്.
ഗോവയിൽ നിന്ന് മൈദചാക്കിന്റെയും വൈക്കോലിന്റെയും മറവിൽ ലോറിയിൽ കടത്തിയാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചത്. ഇവിടെ നിന്നും ചെറിയ വാഹനത്തിൽ 4 കന്നാസ് സ്പിരിറ്റ് വിതരണത്തിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് പരശുരാമൻ എക്സൈസിന്റെ പിടിയിലായത്. പരശുരാമൻ കുറച്ചുനാളായി ചന്ദ്രാപിന്നിയിലാണ് താമസിച്ചു വരുന്നത്. കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്ന സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി സുഭാഷ് പറഞ്ഞു. മലപ്പുറത്ത് കണ്ടെത്തിയ സ്പിരിറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ തുടർന്ന് എക്സൈസ് വകുപ്പ് വളരെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടത്തിവരുന്നത്. അതിനിടയിൽ ലഭ്യമായ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കടിമ്പ്രദേശത്ത് ഈ കെട്ടിടത്തിൽ നിന്നും 35 ലിറ്റർ അളവ് കൊള്ളുന്ന 197 പ്ലാസ്റ്റിക് കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് കണ്ടെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി സുബ്രഹ്മണ്യൻ മകൻ പരമശിവനെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ കേരളത്തിലുടനീളം സ്പിരിറ്റ് വിതരണം ചെയ്യുന്ന മുഖ്യ കണ്ണിയുമായിട്ട് ഈ കേസിന് ബന്ധമുണ്ട് എന്ന പ്രാഥമികമായിട്ടൊരു തെളിവുണ്ട്. തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നതായിരിക്കും. ഈ കേസ് കണ്ടെടുത്തത് വാടാനപ്പള്ളി CA ബെന്നി സംഘവുമാണ്. വാടാനപ്പള്ളി എക്സൈസ് CI ബെന്നി ജോർജ്, എക്സൈസ് ഉദ്യോഗസ്ഥരായ CK ഹരികുമാർ, VG സുനിൽകുമാർ, സുധീരൻ, ദക്ഷിണാമൂർത്തി, KR ഹരിദാസ്, CB ജോഷി, മധു, അബ്ദുൽ നിയാസ്, KV രാജേഷ്, KK വിജയൻ, ഷൈജു, നിഖിൽ, അഫ്സൽ, അബിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8230 രൂപ, പവന് 65,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൂരത്തിന്റെ വിശദ വിവരങ്ങളടങ്ങിയ കളഭം പുസ്തക പ്രകാശനവും സർവമംഗള ട്രസ്റ്റ് തയ്യാറാക്കിയ ദേവമേള.in വെബ്സൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. കരുവന്നൂർ മഹല്ല് സൗഹൃദ കൂട്ടായ്മ സൗഹൃദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരുവള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആഘോഷത്തിന്റെ ഭാഗമായി എണ്ണ സമർപ്പണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര സമിതി പ്രസിഡന്റ് M രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചേനം ആലുക്കൽ കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേനം കൈഞ്ഞൂർ ഉണ്ണികൃഷ്ണന്റെ മകൻ 29 വയസ്സുള്ള സച്ചിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.